ബീനമാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിത് ഫ്രിഡ്ജ് ബോക്സിനകത്ത് വെച്ച താമരയായിരുന്നു കേട്ടോ. ഈ താമര ഇതിലിപ്പോൾ ഒരു 10-11 പൂവുണ്ടായി. വലിയ പിന്നെ ഒത്തിരി സമയമൊന്നും ആയില്ല വെച്ചിട്ട്, ഒരു 2 മാസം അതിൽ കൂടുതലൊന്നും ആയിട്ടില്ലേ. പക്ഷേ ഇതിനകത്ത് പെട്ടെന്ന് അത് വളർന്ന് നല്ലപോലെ പെട്ടെന്ന് തന്നെ മുട്ടുണ്ടായി കേട്ടോ. സ്റ്റാൻഡിങ് ലീഫൊന്നും വരുന്നതിന് മുമ്പ് ഇതുമേൽ മൊട്ടും ഉണ്ടായി, അതുപോലെ പൂക്കളും ഉണ്ടായി. ഇപ്പോഴാണ് സ്റ്റാൻഡിങ് ലീഫൊക്കെ വരാൻ തുടങ്ങിയത്. അപ്പോൾ ഒപ്പം തന്നെ ഞാൻ വെച്ചതാണ് ഈ താമരയും. എന്നുവെച്ചാൽ അതൊരു ബക്കറ്റിനകത്താണ് വെച്ചത്. വലിയ സ്പേസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാവാം മുട്ടയിട്ടത് ഇപ്പോഴാണ്. എന്നുവെച്ചാൽ ഒരു മുട്ടയിട്ടിട്ടുള്ളൂ കേട്ടോ. അതിൽ 11 പൂ വന്നതിന് ശേഷമാണ് ഇതിൽ മുട്ടയിട്ടത്. അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് നമ്മളീ പാടത്തെ ചെളി ഒക്കെ എടുത്തുകൊണ്ട് വന്ന് ഇട്ട് മണ്ണുമൊക്കെ നിറച്ച് വെച്ചാലേ ഇത് കിളുക്കുള്ളൂ, അതുപോലെ പൂവുണ്ടാവുള്ളൂ എന്നൊക്കെയാണ് ഞാൻ നേരത്തെ വിചാരിച്ചുകൊണ്ട്. അത് പറയാൻ കാരണം എന്നാന്ന് വെച്ചാൽ ഞാനൊരു 3 തവണ ഞാൻ ഇതുപോലെ ഓൺലൈനിൽ നിന്ന് താമര മേടിച്ച് ഇതുപോലെ നട്ടൊക്കെ നോക്കിയതാണ്. പക്ഷേ ഒരെണ്ണം പോലും എനിക്ക് പിടിച്ചും കിട്ടിയില്ല. എല്ലാം അങ്ങോട്ട് 2-3 ഇല വന്നു കഴിയുമ്പോൾ അങ്ങ് പോവുകയും ചെയ്തത്. ഇപ്പം ഞാൻ വേറൊന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല കേട്ടോ. സാധാരണ കുറച്ച് പുല്ലെല്ലാം പറിച്ച് അതും ഇട്ട് അതിൻ്റെ അടിയിൽ പിന്നെ നമ്മൾ എന്നാന്ന് വെച്ചാൽ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ഇത്രയുമാണ് ഞാൻ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് നമ്മുടെ സാധാരണ മണ്ണും പൂഴി മണ്ണും കൂടി ചേർത്തിട്ടുണ്ട്. ഇത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് കുറേ ദിവസം ഇങ്ങനെ ഒരാഴ്ചയോളം ഞാനിങ്ങനെ വെള്ളം നിറച്ച് ഇട്ടതിന് ശേഷമാണ് താമര നട്ടത്. പക്ഷെ അങ്ങനെ നട്ട് കഴിഞ്ഞപ്പോൾ അതുപോലെ ഇത് പെട്ടെന്ന് അങ്ങോട്ട് കിളുക്കുകയും ചെയ്തത്. പെട്ടെന്ന് അങ്ങോട്ട് പിന്നെ പൂവും വന്ന് മൊട്ടും വന്ന് പൂവും വന്ന്. അപ്പോൾ ഭയങ്കര സന്തോഷമായിപ്പെട്ടെ. ഇപ്പോൾ ഇത് അവിടെ ഒരു മൊട്ട് വന്നിട്ടുണ്ട്. ഇതിനെ കൂടാതെ ഒരു 5 എണ്ണമൊക്കെ ഒരുമിച്ചൊക്കെ വന്നായിരുന്നു. ഇതിപ്പോൾ ഏകദേശം ഇനിയിപ്പോൾ ഇതിന് വളമൊക്കെ ഇടാനായിട്ടുണ്ട്. വേറൊരു വെറൈറ്റി താമരയാണ്. ഇതിപ്പോൾ വെച്ചിട്ടൊരു ഒരാഴ്ച ആയി വരുന്നേ ഉള്ളൂ. പക്ഷെ അത് പെട്ടെന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ലക്ഷ്മി എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഞാനിത് ആദ്യം ഒരു ബേസണിലത്തിനകത്താണ് വെച്ചിരുന്നത്. ബേസൺ എന്തോ സ്പേസ് പോരാഞ്ഞിട്ടാകാം, പക്ഷേ ഇത് കിളുത്തെങ്കിലും അങ്ങനെ പൂവൊന്നും ഉണ്ടായില്ല. അത് കാരണം ഞാനിതെല്ലാം മാറ്റി നട്ടിരിക്കുകയാണ്. ഇപ്പം അത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഇല പോലും ഇല്ലാതെയാണ് വെച്ചത്. ഈ ഒരാഴ്ച കൊണ്ട് തന്നെ ഇത്രയും ഇല വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 3 ടാങ്കിൽ അങ്ങനെ തന്നെ വെച്ച്. ഒരെണ്ണം ഇതാണ്, ഇതും പിടിച്ചിട്ടുണ്ട്. ഒരെണ്ണം അപ്പുറേ വേറൊരു ടാങ്കാണ്. ഞങ്ങളുടെ ഫാഷൻ ഫ്രൂട്ടാണ്. ഇതിപ്പോൾ നല്ലപോലെ പടർന്ന് പന്തലിച്ച് ഇതിൻ്റെ പൂവൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ പന്തലിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ കായും ഉണ്ടാകും, പൂവൊക്കെ ഉണ്ടാകും. ഒത്തിരി മുട്ടുണ്ട് ഇതിന്മേൽ. അപ്പം അതും നല്ലപോലെ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ആദ്യമായിട്ടുണ്ടായത് പിന്നെ പൂക്കളാണേ. ഇതിൻ്റെ പൂക്കളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ഇതിൻ്റെ ഗുണങ്ങളുമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം നമ്മളിത് നമ്മളുടെ ആവശ്യങ്ങൾക്ക് മാത്രം ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുന്നതൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ്. ഇത് സ്ഥിരമായിട്ട് തന്നെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും. ഇതിപ്പോൾ ഞങ്ങളങ്ങ് പടർത്തി കൊടുത്ത് നന്നായിട്ട് പടർന്നിട്ടുമുണ്ട്. ഇതൊരു ബുഷി ഓറഞ്ചാണ്. അപ്പോൾ ഇതുമേൽ ഏറെ കായുണ്ട്. ഇതിപ്പോൾ 3ാമത്തെ ട്രിപ്പാണ് ഇതുണ്ടാകും നമ്മൾ മേടിച്ച് വെച്ചിട്ട്. ഞാൻ വിചാരിച്ചത് ഉണ്ടാകില്ലെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത് 3ാമത്തെ തവണയാണ്. ഇഷ്ടംപോലെ കായുണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ മൂത്ത് ഏകദേശമൊക്കെ ആകാറായിട്ടുണ്ട്. നല്ല പുളിയുണ്ട്, എന്നാൽ നല്ല ഈ ഓറഞ്ചിൻ്റെ അതേ ടേസ്റ്റും മണവും ഒക്കെയാണ്. ഇത് നമ്മൾ ഓരോന്നും വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ്. ഇതിനകത്ത് നിൽക്കുന്നത് വാട്ടർ പോപ്പിയാണ്. അപ്പം വെയിലിൻ്റെ ആ ഒരു ഇതുകൊണ്ടാണ് വെള്ളമൊക്കെ ഇങ്ങനെ കളറായിട്ട് കിടക്കുന്നത്. ഇതും വെച്ചിട്ട് ആ താമരയുടെ കൂടെ വെച്ചതാണിത്. വാട്ടർ പോപ്പിയുടെ പൂക്കളൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പം ഞാനിത് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു ഓൺലൈനിൽ ഇത് മേടിച്ചതാണ്. ഈ വാട്ടർ പോപ്പി നല്ല മഞ്ഞ കളറിലെ പൂ. അപ്പം എന്തായാലും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വേപ്പ് നന്നായിട്ട് കിളുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ പടർന്ന് പന്തലിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ പൂവൊക്കെ വന്നിട്ടുണ്ട്. അതെല്ലാം ഇനി നമ്മളൊന്ന് കിള്ളി കളയണേ, എന്നാലേ അടുത്ത കൂമ്പ് വരുവുള്ളൂ. ഇത് നമ്മുടെ പേരമരമാണ്. അപ്പം നല്ല പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന പേരമരമാണ്. ഇത് നല്ല ടേസ്റ്റുള്ള പേരക്കയാണ്. ചാമ്പങ്ങയുടെ ടേസ്റ്റുള്ള പേരക്കയാണിത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല കളറുമാണ് ഇതിന്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം ഇന്നത്തെ വിശേഷം ഇതാണ്.